ബംഗാളിലെ ഗവൺമെന്റും ത്രിപുരയിലെ ഗവൺമെന്റും പോയി. അവിടെ ഈ എല്ലാ തീവ്ര വലതുപക്ഷവും തീവ്ര ഇടതുപക്ഷവും ഒക്കെ ചേർന്നാണ് സമരം നടത്തിയത് സിംഗൂരിൽ. ഇവിടെ സമരം നടത്തുന്ന പലരും അവിടെ ഉണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയും BJPയും തുടങ്ങി SUCI വരെയുള്ള സംഘടനകളെല്ലാം ചേർന്ന് നക്സൽ സംഘടനകൾ അൾട്രാ ലെഫ്റ്റ് ഒക്കെ നടത്തി. ഇപ്പൊ അവിടുത്തെ സ്ഥിതി എന്താ? അവിടെ ഇടതുപക്ഷത്തിന്റെ ഭരണം പോയി. ആകെ ഉണ്ടായിരുന്ന 22,000 21,000 സ്കൂളിലെ 8,000 സ്കൂൾ അടച്ചുപൂട്ടി. PSC വഴി അപ്പോയിന്റ്മെന്റ് കഴിഞ്ഞ 10 വർഷമായിട്ട് 12 വർഷമായിട്ട് നടത്തുന്നതില്ല. ആകെ 10,000 പേരിലെങ്ങാണ്ട് അടുത്ത് എടുത്തിട്ടുള്ളൂ. അപ്പൊ ഇടതുപക്ഷത്തിന്റെ ഒരു ഗവൺമെന്റിനെ നിലനിർത്തുക എന്ന് പറയുന്നത്, ഇടതുപക്ഷത്തിന്റെ ഈ പൊതു സമീപനം, സാധാരണഗതിയിൽ എല്ലാവരുടെയുള്ള താല്പര്യമുള്ള സമീപനം നിലനിർത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇടതുപക്ഷ രാഷ്ട്രീയം നല്ലതുപോലെ ഉള്ളതുകൊണ്ടാണ് ഇതിനെ ഒക്കെ നേരിട്ടിട്ട് നമ്മൾ നിലനിൽക്കാൻ ശ്രമിക്കുന്നത്. ബംഗാളും ത്രിപുരയും നമ്മുടെ മുന്നിൽ അനുഭവമുണ്ട്. അവിടെ മുഴുവൻ പബ്ലിക് സർവീസുകളും മുഴുവൻ മേഖലയും തകർക്കുന്ന തരത്തിലേക്ക് അവിടുത്തെ ഗവൺമെന്റുകൾ വന്നിട്ടുണ്ട്.